വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ ലിയോൺ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നമ്മുടെ ഈ സീസണിലെ വളരെ നിർണായകമായ ഒരു മത്സരമാണ് ഇന്ന് രാത്രി ഫ്രാൻസിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ സീസണിൽ എന്തെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യൂറോപ്പ ലീഗാണ്. യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ മാത്രമല്ല ഒരു ട്രോഫി എന്നുള്ള സംഗതിയും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഈ രണ്ട് ടീമുകളെ സംബന്ധിച്ചും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ്. ഇപ്പോൾ ലിയോണിൻ്റെ കാര്യം നമുക്കറിയാം, അവർക്കൊരു പ്രൊവിഷണൽ റെലിഗേഷനൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അവർ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും ഈ മത്സരം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ലോക വിറ്റെന്ന് പറയാനായിട്ട് ഇന്നലെ ഒനാന വേഴ്സസ് മാറ്റിച്ച് സംഭവം അരങ്ങേറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ കാര്യത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ഒനാന പ്രസ് കോൺഫറൻസിൽ എന്തോ പറഞ്ഞു, വി ആർ എ ബെറ്റർ ടീം ദാൻ ലിയോൺ എന്നുള്ള കാര്യം എന്തോ പറഞ്ഞു. അപ്പോൾ അതെടുത്ത് പൊക്കി പിടിച്ചിട്ട് മാറ്റിച്ചിനോട് ചോദിച്ചു, ഇങ്ങനെ ഒനാനോ പറഞ്ഞല്ലോ എന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ മാറ്റിച്ച് നമ്മുടെ എക്സ് പ്ലെയർ ആണ്. അപ്പോൾ മാറ്റിച്ച് പറഞ്ഞു പുള്ളി ഒറിജിനലി മൊറീഞ്ഞോ പഠിപ്പിച്ച് കൊടുത്താന്ന് പറയുന്നത്. അതേ ഒരു സ്റ്റൈലിലും അതേ ഒരു നമുക്കറിയാമല്ലോ മൊറീഞ്ഞോ സംസാരിക്കുന്ന അതേ ഒരു രീതിയിലും വെൻ യു ആർ ദ വേസ്റ്റ് ഗോൾ കീപ്പർ ഇൻ മാൻ യുണൈറ്റഡ് ഹിസ്റ്ററി, അതേ ഒരു സ്റ്റൈലിലാണ് മാറ്റിച്ച് പറഞ്ഞത്. അങ്ങനെ പുള്ളി പറഞ്ഞു മാൻ യുണൈറ്റഡ് ഹിസ്റ്ററിയിലുള്ള ബെസ്റ്റ് ഗോൾ കീപ്പറാണ് സ്റ്റാറ്റിസ്റ്റിക്കലി. അതുപോലെ തന്നെ ഡെഹയോ സ്മൈക്കിളൊക്കെ ആണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ ഒനാനെ റെസ്പെക്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒനാനെ ഒന്ന് ഇളക്കി വിടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നല്ലെങ്കിൽ ഒനാനയുടെ ഒരു മാസ്റ്റർ ക്ലാസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ക്ലാസ്. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു സാധനം നടക്കില്ല. രണ്ട് എക്സ്ട്രീമിലുള്ളൊരു കാര്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവന്മാർ എന്തായാലും ലോങ് ഷോട്ട് അടിക്കാൻ നോക്കും ഒനാനേനെ ഒന്ന് ചലഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണ്, എസ്പെഷ്യലി യൂറോപ്യൻ കോമ്പറ്റീഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഒനാനെ കൊണ്ട് മടുത്തിരിക്കണം, നമുക്ക് വേറൊരു ഗോൾ കീപ്പർ വേണ്ടി വരും എന്നുള്ളൊരു ഇത് തന്നെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. പക്ഷേ ഹീ സ്റ്റിൽ അവർ ഗോൾ കീപ്പർ. നമ്മൾ നമ്മുടെ ഗോൾ കീപ്പറെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നലെ ഈ ഒരു ഇഷ്യൂ വന്നാൽ പിന്നെ ഞാൻ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ട യുണൈറ്റഡ് ഫാൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ മാറ്റിച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാറ്റിച്ചിനെ സപ്പോർട്ട് ചെയ്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒനാനേനെ തന്നെ സപ്പോർട്ട് ചെയ്ത് അവനെ മെൻ്റലി അവൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതല്ലാതെ മാറ്റിച്ചിനെ സപ്പോർട്ട് ചെയ്ത് ഈ കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും ബ്ലണ്ടർ കാണിച്ച് നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. എനിവേ, ഈ ഒരു കളിയിലേക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ഒരു ലിയോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരിപ്പോൾ 5ാം സ്ഥാനത്താണ്. ഞാനിത് ഈ ഒരു ഫിക്സ്ചർ നമ്മുടെ ഒരു ഡ്രോ വന്ന സമയത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ 7ാം സ്ഥാനത്ത് 8ാം സ്ഥാനത്ത് അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. റീസെൻറ്റ് മത്സരങ്ങളൊക്കെ ആയിട്ട് അവർ 10 മത്സരത്തിൽ 7 വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ലീഗിലാണെങ്കിൽ 5 മത്സരത്തിൽ 4 അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോം മെച്ചപ്പെട്ടിട്ടുണ്ട്. അവർ ടോപ്പ് 4 പ്ലേസിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുകയാണ്. വലിയ പോയിൻ്റ് ഗ്യാപ്പില്ല 4ാം നിൽക്കുന്ന ടീമും 5ാം നിൽക്കുന്ന ടീമുമായിട്ട്. അപ്പോൾ അങ്ങനെ ഓവറോൾ അവരുടെ കളി മെച്ചപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അതുപോലെ തന്നെ അവരുടെ മാനേജർ എന്ന് പറയുന്നത് പോളോ ഫ്രോഞ്ചസ്കയാണ്. അപ്പോൾ ഈ പോളോ ഫ്രോഞ്ചസ്കയുടെ ടീമിനെ നമ്മൾ ഇതുപോലെ തന്നെ യൂറോപ്പ ലീഗിൽ ഒരു തവണ ഡിസ്മാൻഡിൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് പുള്ളി റോമയുടെ മാനേജറായിരുന്ന സമയത്ത് നമ്മൾ 6-2 എന്നുള്ള സ്കോറിന് അവരെ തോപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് റോമയുടെ മാനേജറായിരുന്നു. ആ കളി ഉറക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൊലയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ മാനേജറായിരുന്നു ഈ പോളോ ഫ്രോഞ്ചസ്ക. പല വലിയ ക്ലബ്ബുകളും ഇടയ്ക്ക് നോക്കാനുള്ളൊരു മാനേജറാണ്, ഇൻക്ലൂഡിങ് സ്പേഴ്സിനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നൊരു മാനേജറാണ്. ഒരു മോഡേൺ ഡേ മാനേജറൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത്, ഒരു പ്രോഗ്രസീവ് ഫുട്ബോളൊക്കെ കളിപ്പിക്കുന്ന. പക്ഷേ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേർക്ക് 9 മാസത്തെ ബാൻ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫ്രഞ്ച് ഫുട്ബോളിൽ എന്തോ ഒഫീഷ്യലായിട്ട് കോർത്തതിൻ്റെ പേരിൽ പുള്ളിക്കാരന് ഡൊമസ്റ്റിക്കലി ബാൻ അടിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ മാനേജ് ചെയ്യുമായിരിക്കും എന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ഈ മത്സരത്തിലേക്ക് വരുന്നത് FCSB റൊമേനിയൻ ക്ലബിനെ 7-1 അഗ്രിഗേറ്റിനൊക്കെ തോൽപ്പിച്ചിട്ടാണ് ഇവർ ഈ ഒരു കളിയിലേക്ക് വരുന്നത്. അതുപോലെ അവരുടെ ഒരു സ്റ്റാർ പ്ലെയർ എന്ന് പറയാനുള്ളത് എല്ലാവർക്കും അറിയാം, റയൻ ചെർക്കിയാണ്. ചെർക്കി ടോപ്പ് ഫോമിലാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ സ്റ്റാറ്റസ് ഒക്കെ പറയുകയാണെങ്കിൽ യൂറോപ്പ ലീഗിൽ 2 ഗോളും 8 അസിസ്റ്റും, അതുപോലെ തന്നെ ലീഗിൽ 9 അസിസ്റ്റുകളൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ഫോമിലാണ് ചെർക്കി കളിക്കുന്നത്. പക്ഷേ ചെർക്കിയുടെ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം അങ്ങനെ എന്തോ ഉണ്ടെന്നാണ് ചെർക്കിനെ പറ്റി പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ക്ലബ്ബുകളായിട്ടൊന്നും ഇപ്പോൾ നിലവിൽ കാര്യമായിട്ട് ലിങ്ക്സ് ഒന്നും വരാത്തത്. അപ്പോൾ അങ്ങനെ ഒരു അവരുടെ മെയിൻ ത്രെറ്റ് എന്ന് പറയുന്നത് ചെർക്കിയാണ്. അതുപോലെ തന്നെ ലാക്കസെറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫോമിലാണ്. 3 ഗോളുകൾ യൂറോപ്പ ലീഗിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 11 ഗോള് ഡൊമസ്റ്റിക്കലി അടിച്ചിട്ടുണ്ട്, ലീഗിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലാക്കസെറ്റും ചെർക്കിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില എക്സ് പ്രീമിയർ ലീഗ് പ്ലേയേഴ്സ് മൈറ്റ്ലാൻഡ് നൈൽസ് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ മാറ്റിച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ടൊളീസോ ബയണി കളിച്ചുകൊണ്ടിരുന്ന ടൊലീസോ, പിന്നെ ടിയാഗോ അൽമാഡ, അങ്ങനെ റായൻ ചെർക്കി, ടൊളീസോ, ലക്കസെറ്റ്, ഇതാണ് നമ്മൾ പേടിക്കേണ്ട അവരുടെ ഫ്രണ്ട് 3 എന്ന് പറയുന്നത്.
നമ്മുടെ ഡിഫൻസിന് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നമ്മുടെ കളിയിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട്. പക്ഷേ നമ്മൾക്ക് ചാൻസ് കിട്ടിയാൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ അവർ ചാൻസ് കിട്ടിയാൽ ഫിനിഷ് ചെയ്യുന്നൊരു ടീമാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അലട്ടുന്നൊരു കാര്യം, കിട്ടുന്ന ചാൻസിൽ അടിക്കുക. മാത്രമല്ല ഈ ഒരു കളി ഈ പറയുന്ന പോലെ അവയ മത്സരമാണ്, തോക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ സെക്കൻഡ് ലെഗ് ഓൾഡ് ട്രാഫോർഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഓവറോൾ നമ്മുടെ റെക്കോർഡ് മോശമാണെങ്കിലും നമ്മുടെ ഹോമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ആ ഒരു മത്സരത്തിന് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളിയിലേക്ക് വരുന്നു കഴിയുമ്പോൾ നമ്മൾ തോക്കരുത്. ഒരു ജയം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും വി ഹാവ് ആൻ അഡ്വാൻറ്റേജ്. സോ ലെറ്റ്സ് സീ. ബ്രൂണോയിലാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ബ്രൂണോയാണ് നമ്മളെ ക്യാരി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവന്മാരൊന്നും ഗോളടിക്കുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ബ്രൂണോയിൽ നിന്നുള്ളൊരു മാജിക്ക് പ്രതീക്ഷിക്കാം. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക. നിങ്ങളുടെ പ്രഡിക്ഷൻസും കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.